ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിറാമിസു എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ കൂടുതൽ പേരും ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഓൺ ആക്കി വെക്കൂ. അപ്പോൾ നമുക്കിനി ടൈം കളയാതെ സൂപ്പർ ടേസ്റ്റി ഡെസേർട്ടിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ 1 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. തിളച്ച് വന്ന് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇതിൽ നിന്ന് വെള്ളം വേർതിരിഞ്ഞ് വരും. നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യില്ലേ, അതുപോലെ. ശരിക്കും ടിറാമിസു ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാസ്കർപോണെ ചീസ് എന്ന് പറയുന്നൊരു ചീസാണ് കേട്ടോ. പക്ഷെ അത് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. ചില വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. എന്തായാലും അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റാതിരിക്കില്ല. പാല് ഇതുപോലെ ചെയ്തെടുത്തിട്ട് അത് ചേർത്താലും നമുക്ക് അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ വെള്ളം വേർതിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായി വെള്ളം തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 മുട്ടയുടെ മഞ്ഞ ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ 2 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. മാക്സിമം വെള്ളം പെടാതെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയാവുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും എന്നൊന്നും കരുതണ്ട. ഇതുപോലെ വാനില എസൻസ് ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു ചീത്ത സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. താഴെ വെള്ളം ചൂടായി വരുന്ന ടൈമിൽ നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മുട്ട കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുന്നത് ഇതുകൂടി ചേർക്കുമ്പോഴാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം നന്നായി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര നന്നായി അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ പാലിൽ വിനാഗിരി ചേർത്തിട്ട് വെള്ളം വേർതിരിച്ചെടുത്തതാണേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിലത്തെ ആ സോളിഡ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വിനാഗിരി ചേർത്തപ്പോഴുണ്ടായ പുളിപ്പ് രസം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളം മാർന്നു കിട്ടാനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ മുട്ടയുടെ മഞ്ഞ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇത് ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം വാർന്ന് കിട്ടിയാൽ നമ്മുടെ ചീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല ലൂസായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ല ലൂസ് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. 1-2 മിനിറ്റിന് ശേഷം ഹൈ സ്പീഡിലേക്ക് ചേഞ്ച് ചെയ്യാം. അത്യാവശ്യം സ്റ്റിഫായി വരുന്ന ടൈമിൽ നമ്മൾ ബ്ലെൻഡറിൽ അടിച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ ഡെസേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. ഇതിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആണ്. ശരിക്കും ടിറാമിസു ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ലേഡി ഫിംഗർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ബിസ്ക്കറ്റ് ആണ്. അതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്സിലൊന്നും അവൈലബിൾ അല്ല. ടേസ്റ്റിൽ ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ആരോ റൂട്ട്. ടേസ്റ്റിൽ മാത്രമേ അതിനോട് സാമ്യമുള്ളൂ. ടെക്സ്റ്റും ഷേപ്പും ഒക്കെ അതിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. അതൊരു തരത്തിൽ നീളത്തിലുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോഫി മിക്സ് എടുത്ത് ഓരോ ബിസ്ക്കറ്റായിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി കോഫി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ലെയർ നന്നായി കുതിർന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബിസ്ക്കറ്റ്സ് നന്നായിട്ട് കോഫി അബ്സോർബ് ചെയ്യാനും നല്ല സെറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം കോഫി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ്സ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ലെയർ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് ക്രീം മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിൽ പകുതി പോർഷന് വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബിസ്ക്കറ്റ് ലെയർ സെറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ബിസ്ക്കറ്റ്സ് ആയിട്ട് കോഫിയിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കോഫി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 to 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റായതിനു ശേഷം കാണിക്കാം കേട്ടോ. ഇത് സെറ്റ് ആയതിനു ശേഷം ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പോഴാണ് ടിറാമിസുവിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 8 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ഒരു പരിപാടി എന്താണെന്ന് നോക്കാം. ഇതാ ഇതുപോലെ കുറച്ച് കൊക്കോ പൗഡർ അരിപ്പയിലേക്ക് എടുത്ത് തട്ടി ഇതിൻ്റെ മുകളിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ടിറാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ നമ്മുടെ ടിറാമിസുവിനെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് ലെയേഴ്സും ക്രീമിൻ്റെ അകത്തുള്ള ചീസി ടേസ്റ്റും ഒക്കെ കൂടി ചേർന്ന് സംഭവം സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.